ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? നമുക്കും റാഹത്താണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കിത് കണ്ടപ്പോൾ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അൽഫാം ഉണ്ടാക്കുകയാണ് മക്കളെ. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കലാണ്. കുരുമുളക്, പിന്നെ അതിൻ്റെതായ മസാലകളൊക്കെ നമ്മൾ ചേർത്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് ഒരു വെറൈറ്റി ഫുഡാകാമെന്ന് കരുതി അപ്പോൾ കുബൂസും ഉണ്ട്, മയോണീസും ഒക്കെ റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡിയാക്കാൻ വേണ്ടി മസാലകളൊക്കെ പുരട്ടി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുടാൻ വേണ്ടിയാണ് അൽഫാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഇതൊരു വേറെ തന്നെ ഒരു മസാലയാണ് കേട്ടോ, വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇവിടുത്തെ പച്ചമുളക് അതിൻ്റെ ഇതെല്ലാം മസാല ചേർത്തതിന് ശേഷം അതിൻ്റെ പുറമെ ചേർക്കുന്ന ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് വെച്ച് നമ്മൾ 5-6 മണിക്കൂർ തന്നെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ചെയ്തിട്ട് നമ്മൾ വൈകിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ മസാലകളും ചേർത്ത് വെച്ച് നല്ല മസാല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ 6 മണിക്കൂർ 7 മണിക്കൂറോളം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മസാല പിടിക്കുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇതിന് റെഡി ആയിട്ടുണ്ട്, ഉപ്പും പാകത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടി ഇങ്ങനെ എല്ലായിടത്തും ആക്കി നമ്മളിത് പൊത്തി 6 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. ഇനി മസാലയൊക്കെ പിടിച്ചിട്ട് ഇത് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കുബൂസിനും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതും 5-8 മണിക്കൂർ കുഴച്ച് വെക്കണം, എന്നാലേ പൊന്തുകയുള്ളൂ. അപ്പോൾ ഈസ്റ്റിൻ്റെ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈസ്റ്റ് അതെല്ലാം അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുഴച്ചു പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതും വൈകുന്നേരം തന്നെ എടുക്കണം, രാത്രിക്കേക്കുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ ചൂടാൻ വേണ്ടി ഈ ഗ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിൽ ഓരോന്ന് ഒപ്പരം തന്നെ വെക്കാം കേട്ടോ. ഇത് വലുതായതുകൊണ്ട് ഒറ്റ സെറ്റിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ ഇങ്ങനെ തീ കുറച്ച് കത്തുന്നുണ്ട്, അതിപ്പോൾ ഓഫാകും കേട്ടോ. അങ്ങനെ കത്താൻ പാടില്ല. പക്ഷേങ്കിൽ അത് നമ്മൾ കെടുത്തുന്നതിന് മുന്നേ സംഭവം വെച്ചോ, ഇപ്പം തന്നെ അത് കെടും കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ അത് കെടും. പിന്നെ അത് നല്ല കനലിലാണ് അത് വെന്ത് വരാൻ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ ഓരോന്നായി ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡിയായി വരികയാണ്. അപ്പോൾ ഓരോരു പീസ് വെക്കുമ്പോൾ തന്നെ ആ അടിയിൽ നിന്ന് കത്തുന്ന തീ ഓഫായിന് കേട്ടോ. ഇനി അത് കനലിൽ നല്ലോണം വെന്ത് വരണം, നല്ല രസത്തിൽ അങ്ങനെ വെന്ത് വരണം. അപ്പോൾ ഓരോന്നായി ഓരോ പീസായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഗ്രില്ലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പകുതി ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഇത് നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ അതും കഴിയും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഓരോ അൽഫാമും ഇവിടെ വെച്ചു. ഇതാ നല്ല കനലാണ്, ആ കനലിൽ വേണം വെന്ത് വരുവാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു ഈർക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അത് നല്ല ഇതാണ്, അങ്ങനെ എല്ലാം ഇതാക്കുന്ന. അപ്പോൾ നമ്മളിത് കരിഞ്ഞിട്ടാണ് കേട്ടോ മസാല ഒക്കെ പിടിപ്പിക്കാൻ വെച്ചിന്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ ഓരോന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നേ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസും ഞാൻ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ മയോണീസും റെഡിയാക്കി. അപ്പോൾ നമ്മുടെ അൽഫാമും കുബൂസും മയോണീസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് കുത്തുമ്പോഴത്തേക്ക് നല്ലോണം വെന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിരിക്കുന്നു മക്കളെ. നമ്മുടെ ഇന്നത്തെ ഫുഡ് അൽഫാമും കുബൂസും മയോണീസും കേട്ടോ. ഇന്നത്തെ വെറൈറ്റി അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡിയായി കേട്ടോ. അൽഫാം നല്ല വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവരത്